ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന വാട്സപ്പിനെ പറ്റി നമ്മൾ എത്തിര അങ്ങ് പറഞ്ഞു കൊടുത്താലും ചില ആൾക്കാർക്ക് പിന്നെ സംശയം ഉണ്ടാവും. അങ്ങനത്തെ ചില സംശയങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും അങ്ങനത്തെ ചില സംശയങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാന്നേ. ഒന്നാമത്തത്, ഇപ്പം വാട്സപ്പ് ഐക്കൺ കാണുന്നില്ല നിങ്ങൾ? ഇവിടെ നമ്പറൊന്നും കാണുന്നില്ല. നമ്മളിപ്പം ഫോൺ തുറന്നു നോക്കുന്ന നേരം വാട്സപ്പ് തുറക്കാണ്ട് തന്നെ അതിലെന്തേ മെസ്സേജ് വന്നിക്കോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിലും സാധാരണ വാട്സപ്പിൻ്റെ പുറത്ത് ഇങ്ങനെ ഐക്കണിൽ എഴുതി കാണിക്കൂ ഇത്ര നമ്പർ. അതെങ്ങനെ വരുത്തുക? അത് നിങ്ങളെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ ഒഴിവുള്ളൊരു സ്ഥലത്ത് ലോങ് പ്രസ് ചെയ്യുക. അന്നേരം ഇങ്ങനെ വിഡ്ജറ്റ് ഓപ്ഷൻ വരും. വിഡ്ജറ്റ് ഓപ്ഷൻ വന്നാൽ താഴെ കുറേ സാധനം കാണാം. അതിൻ്റെ കൂടി ഒപ്പം തന്നെ മോർ സെറ്റിങ്സ് കാണും. ഇത് ചില സാംസങ്ങിൻ്റെ ഒക്കെ ചില ഫോണിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ എന്നാലും വിഡ്ജറ്റിൻ്റെ അടുത്ത് ഒരു സെറ്റിങ്സ് ഐക്കൺ ഉണ്ടാവും, ഒരു ഗിയർ ഐക്കൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ബാഡ്ജ് ആപ്പ് ഐക്കൺ. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വേണമെങ്കിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ മെസ്സേജിൻ്റെ നമ്പർ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇത് വാട്സപ്പ് അതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുക നമുക്ക് നോക്കാം. ഇതാ കണ്ട, അതുമില്ല നമ്പർ വന്ന് എത്ര മെസ്സേജ് ഉണ്ട്. അടുത്ത് നമ്മൾ പിന്നെ വാട്സപ്പ് തുറക്കാണ്ട് തന്നെ അതിൽ ക്ലിയർ ആയിട്ട് എത്ര മെസ്സേജ് ഉണ്ടെന്ന് നമുക്ക് തുറക്കാണ്ട് തന്നെ വായിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അതിനും ലോങ് പ്രസ് ചെയ്യുക, ഒഴിവുള്ള സ്ഥലത്ത് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം വിഡ്ജറ്റ് ക്ലിക്ക് ചെയ്യുക. വിഡ്ജറ്റ് ക്ലിക്ക് ചെയ്താൽ വാട്സപ്പ് എടുക്കുക. ലാസ്റ്റ് പോയിട്ട് വാട്സപ്പ് എടുക്കുക. എവിടെയും വാട്സപ്പ് ഇവിടെ കണ്ട് ആ വാട്സപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ വരും. ഇനി നമുക്ക് ഇതൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് കുറച്ചങ്ങ് വലുതായി കളിക്കുക. വലുതാക്കിയാൽ നമുക്ക് എല്ലാ മെസ്സേജും ഇവിടുന്ന് വായിക്കാം. വോയിസ് ക്ലിപ്പ് ഇതൊക്കെ കേൾക്കണമെങ്കിൽ അതിൽ തന്നെ പോകണം, വാട്സപ്പ് തുറക്കുക തന്നെ വേണം. അല്ലാണ്ട് ടെക്സ്റ്റ് മെസ്സേജൊക്കെ നമുക്ക് ഇവിടുന്ന് വായിക്കാം. വായിച്ചിരിക്കുന്ന അത് വിട്ടോലിട്ട് അറിയയില്ല. ഇനിയിപ്പോൾ ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതാക്കി എടുത്താൽ എത്ര മെസ്സേജ് ടോട്ടൽ ഇവിടുന്ന് ഇങ്ങനെ നമ്പർ എഴുതി കാണിക്കുകയും ചെയ്യും. ഇനി വേറൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ, ഇപ്പം വാട്സപ്പ് തുറക്കുന്നേരോ ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ആദ്യം റീസെൻ്റ് നിന്ന് വാട്സപ്പ് അതോ വാട്സപ്പ് തുറക്കുന്നേരം നിങ്ങൾ നോക്കിക്കോ. ഇതിൻ്റെ താഴെ ഫേസ്ബുക്ക് എന്ന് കാണുന്നില്ലേ? ഫേസ്ബുക്ക് എന്നുള്ളത് അതുപോലെ ഇവിടെയും കാണാം. സെറ്റിങ്സ് എടുത്താൽ ഈ താഴെയും കാണാം ഫ്രം ഫേസ്ബുക്ക് എന്ന്. ഇതെന്താ എൻ്റെ വാട്സപ്പിൽ ഫേസ്ബുക്ക് വന്നിരിക്കുന്നു ചോദിച്ച് കുറേ ആൾക്കാർ സംശയം ചോദിച്ചിരിക്കും. ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വാട്സപ്പ് എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥയിലാണ് ഇതുള്ളത്. അപ്പം ഫേസ്ബുക്ക് ഏറ്റെടുത്തത് കൊണ്ടാണ് ആ ഫേസ്ബുക്കിൻ്റെ എംബ്ലം വാട്സപ്പിലാണ് കാണിക്കുന്നത്, പേര് കാണിക്കുന്നത്. അല്ലാണ്ട് അതിനെക്കൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ വാട്സപ്പ് അങ്ങ് ഫേസ്ബുക്കിലേക്ക് പോകുമൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാനോ എന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാത്തോളൊന്ന് കമൻറ്റ് ചെയ്തേക്കട്ടോ.